നമസ്കാരം. കേരള PSC നമ്പർ 1 എക്സലൻസ് PSC ക്ലാസ് റൂം 8ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സാമ്പത്തിക വർഷം ജനുവരിയിൽ ആരംഭിക്കുന്നത്? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സാമ്പത്തിക വർഷം ജനുവരിയിൽ ആരംഭിക്കുന്നത്? മധ്യപ്രദേശ്. കോത്താരി കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോത്താരി കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏത്? നാഗാലാൻഡ്. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷൻ ഏത്? ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷൻ ഏത്? താക്കറെ കമ്മീഷൻ. 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ട സമയം എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956 കേരളം രൂപീകരണ സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകളാണ്. ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്നത്? ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ദിവസം 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര്? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര്? ബി രാമകൃഷ്ണ റാവു. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര്? ചീഫ് ജസ്റ്റിസ്. ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ്? ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ്? പോളണ്ട്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റി. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. ദയവായി ക്ലാസ് ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമസ്കാരം.